അഹമ്മദാബാദ് കേരള സമാജം സെക്രട്ടറി ശ്രീ ബെന്നി വർഗീസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബെന്നി വർഗീസ്, രാജ്യം മുഴുവനും ആ നടുക്കത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോഴും മുക്തമാകാൻ കഴിയുന്നില്ല. ആ ഓർമ്മ, ആ വാർത്തകൾ, ആ ചിത്രങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നു, ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഇനി മറ്റ് വിശദാംശങ്ങളൊക്കെ അറിയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് മുഖ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയുടെ വിസിറ്റ് ആയിരുന്നു. അദ്ദേഹം രാവിലെ ഇവിടെ എത്തിച്ചേർന്നു. ഈ സ്പോട്ട് എല്ലാം അദ്ദേഹം വിസിറ്റ് ചെയ്തതിന് ശേഷം സിവിൽ ഹോസ്പിറ്റലിൽ മൃതദേഹങ്ങൾ കിടന്ന സ്ഥലമൊക്കെ അദ്ദേഹം പോയി കണ്ടതിന് ശേഷം പ്രത്യേകിച്ച് ഇവിടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇപ്പോൾ അതിനുശേഷം തോന്നുന്നത് രാജ്ഭവനിൽ എത്തിയതിനു ശേഷം ഗവർണറുമായിട്ടും അതുപോലെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ചിലപ്പോൾ ഇവിടെ വെച്ചോ അല്ലെങ്കിൽ ദില്ലിയിൽ ചെന്നതിന് ശേഷമോ അദ്ദേഹം പ്രതികരിക്കാനാണ് സാധ്യത. നരേന്ദ്രമോദി വന്നതിന് ശേഷം പിന്നെ ഇവിടെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള മിനിസ്റ്റേഴ്സ് പലരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ ദുഃഖത്തിൽ ഇതിൽ അകപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾ പലരും എന്ന് പറഞ്ഞാൽ സിവിൽ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും DNA ടെസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ഒരു ജനബാഹുല്യമാണ് ഇപ്പോൾ സിവിൽ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ളത്. അപ്പം ഈ DNA ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് കൺഫേം ആക്കിയതിന് ശേഷം ബോഡി ഓരോരുത്തർക്ക് കൊടുക്കുവാനുള്ള ശ്രമങ്ങളാണെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നുള്ള രഞ്ജിതയുടെ സഹോദരൻ 3 മണിക്ക് നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ കയറും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള അഹമ്മദാബാദിലുള്ള കേരള സമാജത്തിന്റെ പ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ സിവിൽ ഹോസ്പിറ്റലിലും പരിസരത്തുമായിട്ട് ഞങ്ങളുണ്ട്. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ നൽകി ഈ ബോഡി ഏറ്റെടുത്ത് അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള വേണ്ട സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ചെയ്യുവാനായിട്ട് അഹമ്മദാബാദ് കേരള സമാജത്തിന്റെ എല്ലാ പ്രതിനിധികളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ ബെന്നി വർഗീസ്.